ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളെല്ലാം ചെറിയ രീതിക്കുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചെറുക്കനായിട്ട് ഒരു വഴിക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ഫോർച്യൂണർ. അപ്പോൾ അതെടുക്കാൻ പോകണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു വണ്ടി റിവ്യൂലും കാര്യങ്ങളെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വോക്കലും കാര്യങ്ങളും പാട്ടും മേളമെല്ലാം ആയിട്ടാണ്, ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ വണ്ടി നേരെ കൊണ്ട് കഴുകിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, കാർ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ് ഒരു ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇനിയിപ്പോൾ ആ വണ്ടി കിട്ടാനായിട്ടൊരു 2-3 ആഴ്ച എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സുമായിട്ട് വെച്ചലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടിയിൽ ഞാനുണ്ട്, അവനുണ്ട്, പിന്നെ നമ്മുടെ സർക്കിളിലുള്ള 2-3 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് നേരെ ഫോർച്യൂണറിൻ്റെ ഷോറൂമിലോട്ടാണ് പോകേണ്ടത്. ഗൈസ്, നമ്മുടെ ഈ ഷോറൂം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വരുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ സ്റ്റിക്കർ അടിക്കുന്ന ഷോപ്പിൻ്റെ സൈഡിലായിട്ടാണ്, അടുത്ത് തന്നെയാണ് ഈ ഷോറൂമും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഷോറൂമും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി നൈസായിട്ട് അകത്ത് കയറ്റുവാണ്. ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് നമുക്ക് ബാക്ക് എടുത്ത് അവിടെ സൈഡ് ഊട്ടി കയറ്റി ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് കയറ്റി ഫുള്ള് പോക്കലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, വന്ന വഴിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ചെറുക്കൻ ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് കിടക്കുന്നു. ഇനിയിപ്പോൾ നൈസായിട്ട് വണ്ടി പുറകെടുത്തൊക്കെ കയറ്റി ഇടണം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിർത്തിയിട്ട് ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇറങ്ങുന്നത് ഈ ലോറിയുടെ പുറത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ ഡെലിവറി വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചത് നമ്മൾ ചെറുക്കനും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, നല്ല കൂട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അവനാണ് അകത്ത് മറ്റേ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. ഫോർച്യൂണർ ലെജൻഡർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലീൻ സ്പെക്കും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ കേസ് അത്യാവശ്യം നല്ല രീതിക്ക് സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ആ വണ്ടി അന്ന് ആക്സിഡൻ്റ് ആയപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ പുതിയൊരു വണ്ടി എടുത്തപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അവൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവനും നമ്മുടെ കമ്പനിക്കാരെല്ലാവരും കൂടെ വണ്ടി എടുത്ത് നേരെ പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റിക്കർ ഷോപ്പിലോട്ട്. ഓക്കെ, ഈ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കാനല്ല, നമ്മുടെ ബസ്സിൽ സ്റ്റിക്കറും കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ചെറിയൊരു പരിപാടിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിന് വണ്ടി അവിടെ കൊണ്ടിടണം. സോ അതിന് വേണ്ടിയിട്ട് ഇവന്മാരെ നേരെ അങ്ങോട്ട് പോകണം. ഞാനതേ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവന്മാരെ വിട്ടിട്ട് നമ്മുടെ ബസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ ഫാമിലിയിൽ ഉള്ള അച്ഛനമ്മേനെ എല്ലാവരും തിരിച്ചു വിട്ടിട്ട് നേരെ നമ്മൾ സ്റ്റിക്കർ ഷോപ്പിലോട്ടും പോവാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അവരെ കൊണ്ടുവിട്ടിട്ട് നേരെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് പോകണം. വിശേഷം കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഞാൻ അവരെ കൊണ്ടുവിട്ടിട്ട് നേരെ തിരിച്ച് നമ്മുടെ സ്റ്റിക്കർ അടിക്കുന്ന ഷോപ്പിലോട്ട് വെച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ക്യാബിൽ ഞാനും നമ്മുടെ അമലും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി അവിടെ കൊടുത്തിട്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ പുതിയ വണ്ടി ഇവൻ തന്നെയാണ് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ അപ്പം അതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ ഷെൽബിൽ ചെറിയൊരു സ്റ്റിക്കറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം കൂടി ആയിട്ടാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നേക്കണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെറുക്കന് ചെറിയൊരു ഓട്ടവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടാമെന്ന് ഓർത്തു. ഇനിയിപ്പം നാളെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുക്കനൊരു ഫാമിലി ഫങ്ഷൻ, ലൈക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി പോകും. അപ്പം നാളെ അതിന് മുമ്പ് നമ്മുടെ വണ്ടിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ചെറിയ രീതിക്ക് അടിക്കാനുള്ളതെല്ലാം അടിച്ച് തീർക്കണം. അപ്പം നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മുടെ പയ്യന്മാരവിടെ ഫോർച്യൂണറിൽ കിടപ്പുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നമ്മുടെ അടുത്ത വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ അവന്മാരെല്ലാം നമ്മുടെ ലെജൻഡർ പുത്തൻ വണ്ടിയായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അകത്ത് എല്ലാവരും കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനും അവനും കൂടെ കയറാനുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ അടുത്ത സർപ്രൈസും കാര്യങ്ങളെല്ലാം പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് ഈ എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ തന്നെ ഇതൊരു 5 മിനിറ്റ് ഉണ്ട്. മറ്റേതും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 10 മിനിറ്റ് ആവും. അതുകൊണ്ടാണെങ്കിൽ നമ്മൾ 2 പാർട്ടായിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, അതാകുമ്പം എല്ലാവർക്കും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഡ്യൂറേഷനിൽ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്.
അപ്പോൾ ഗൈസ് ദേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ 2-3 ദിവസമായിട്ടില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ചാനലിൽ ചെറിയൊരു സ്ട്രൈക്കും കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നു. സോ അപ്പം അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പം മാക്സിമം റെഗുലറായിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.